കന്യാകുമാരി തമിഴ്നാട് ജില്ലയിലാണ്. ശരിക്കും അത് കേരളത്തിൽ കിടക്കേണ്ട ഒരു ജില്ലയാണ്. അന്ന് EMSന്റെ കാലത്ത് ചെയ്ത ഒരു ചതിയുടെയും വഞ്ചനയുടെയും കഥയാണ് കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് പോയത്. ഞാനത് പറയാനല്ല MN ഗോവിന്ദൻ നായർ അടക്കമുള്ള ആളുകൾ അന്ന് ചെയ്തിട്ടുള്ള, കാരണം അന്ന് ഈ നാഗർകോവിൽ, കന്യാകുമാരി, തിരുനെൽവേലി എന്നൊക്കെ പറയുന്നത് കേരളവുമായി കിടന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടൊക്കെ കേരളത്തിൽ കിടന്ന സ്ഥലമാണ്. അതിനെ മുറിച്ചിട്ട് കാസർഗോഡിൻ്റെ മരുഭൂമി പോലെ കിടന്ന കാസർഗോഡിനെ കേരളത്തിലാക്കി ഈ സ്ഥലം വിട്ടുകൊടുത്തതിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. അത് അന്ന് ശൈവവെള്ളാള സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും പെട്ട മഹാഭൂരിപക്ഷം PS നടരാജപിള്ളയുടെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ അതിനെ വെട്ടാനാണ് അത് ചെയ്തത്. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന കഥ അതല്ല. കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ തമിഴ്നാട്ടിൽ CSIയുടെ തെക്കൻ ദക്ഷിണേന്ത്യയിലെ CSIയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പ്രവീൺ കുമാറിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. വർഷങ്ങളായി കോൺഗ്രസ് അവിടെ ജയിക്കുന്ന മണ്ഡലവുമാണ് വിളവൻകോട്. പക്ഷേ പ്രവീൺ കുമാറിനെ കന്യാകുമാരി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കെന്ത് കാര്യം? നമുക്ക് കാര്യമുണ്ടെന്നേ. CSIക്കാരുടെ ശക്തമായ സ്വാധീനം അവർ മനസ്സ് വച്ചാൽ, അവർ ശക്തമായി തീരുമാനിച്ചാൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ 9 മണ്ഡലങ്ങളിലെ ഇലക്ഷൻ മറിയും. 1-2 മണ്ഡലങ്ങൾ, 9 മണ്ഡലങ്ങളിലെ ഇലക്ഷൻ മറിയും. 9 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് CSI. 5000, 10000, 20000 വോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ പ്രവീൺ കുമാറിനെ കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കേരളത്തിലെ CSIക്കാർ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ അച്ഛന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ കാരണം കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കേരളത്തിൽ 9 സീറ്റിൽ, തിരുവനന്തപുരം ജില്ലയിൽ 9 സീറ്റിൽ വോട്ട് കൊടുക്കാൻ ഞങ്ങൾ പള്ളികൾ വഴി ആഹ്വാനം ചെയ്യും. ഞങ്ങളങ്ങനെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടും. ഏതൊക്കെയാ മണ്ഡലങ്ങൾ? കോവളം അല്ലെങ്കിൽ വിൻസെൻ്റാണ് മത്സരിക്കുന്നത്. UDFൻ്റെ നിലവിലെ സ്ഥാനാർത്ഥിയാണ്. അത് ചിലപ്പോൾ CSIയും കൂടി വന്നാൽ അത് ബലക്കും. പക്ഷേ ഭഗത്ത് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുമുണ്ട്. അത് വേറൊരു കാര്യം. രണ്ടാമത് പാറശാലയിൽ CSI നിർണായക ശക്തിയാണ്. നെയ്യാറ്റിൻകര വളരെ നിർണായക ശക്തിയാണ്. കാട്ടാക്കട വളരെ വലിയ ശക്തിയാണ് CSIക്കാർ. വെള്ളനാട് വലിയ ഒരു വിഭാഗം ആളുകൾ CSIക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ അവിടെ ജയിച്ചത്. ഇനിയുമുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ CSIക്കാർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ കഴക്കൂട്ടം കുറേ ശക്തിയുള്ള പ്രദേശങ്ങളുണ്ട്. വട്ടിയൂർക്കാവുണ്ട്, നേമമുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരം ജില്ല, പിന്നെ വാമനപുരം കുറച്ചുണ്ട്. എന്തായാലും ഒരു 9ഓളം മണ്ഡലങ്ങളിൽ അതിശക്തമായ ഒരു സാന്നിധ്യമാണ് CSIക്കാർ. അവർ സംഘടിതമായി തീരുമാനമെടുത്താൽ ആ പള്ളികളിൽ നിന്നുമൊക്കെ പോകുന്ന പ്രവീൺ കുമാറിനെ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ തീർച്ചയായും കേരളത്തിലെ, അതായത് തെക്കൻ ജില്ലയിലെ, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ വോട്ടിനെ സ്വാധീനിക്കാനും കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൂടുതൽ കിട്ടാനുമുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഫലമായിട്ടാണ് പ്രവീണിന് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കാരണം സീറ്റ് കൊടുത്തതിന് ശേഷം നിരവധി പള്ളിയിലെ പിതാക്കന്മാരും അച്ഛന്മാരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും രംഗത്ത് വരികയും ഞങ്ങൾക്കിതാ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു, തമിഴ്നാട്ടിലാണെങ്കിലും ഒരു MLA ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നു, അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ തെക്കൻ ജില്ലയിലെ, തിരുവനന്തപുരം ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇപ്രാവശ്യം കോൺഗ്രസിൻ്റെ കൂടെ ആയിരിക്കും എന്ന് കൃത്യമായി അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി CSIക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത, പള്ളി വഴി അവർക്ക് വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വലിയ തോതിൽ 9 മണ്ഡലങ്ങളിൽ നിർണായകമായ UDFൻ്റെ വോട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ജയത്തിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇന്നത്തേക്കാൾ വോട്ട് കൂടുതൽ കോൺഗ്രസ് പിടിക്കാൻ ഒരു സാധ്യത CSIക്കാരുടെ ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള വോട്ടുകൾ UDFനും പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടാനുള്ള വലിയ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയത്തില്ല. വളരെ വലിയൊരു സാധ്യതയാണ് ഉള്ളത്. ഈ ഞാൻ പറഞ്ഞ 9 മണ്ഡലങ്ങളിലും വലിയ സാധ്യതയാണ് കാണുന്നത്. സാമുദായിക അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമായി ഉയർന്ന ചിന്ത നമ്മൾ കൊണ്ടുപോകുമ്പോഴും കാര്യത്തോടടുക്കുമ്പോൾ രാഷ്ട്രീയത്തിനോടൊപ്പം സമുദായം കൂടി നോക്കുന്ന ഒരു ചിന്ത കേരളത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായം കൂടി നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ CSIക്കാരുടെ ഒരു തീരുമാനം ചിലപ്പോൾ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഒരു 8-9 മണ്ഡലങ്ങൾ, ഞാൻ ഈ സൂചിപ്പിച്ച 8-9 മണ്ഡലങ്ങൾ, നേമവും നെയ്യാറ്റിൻകരയും പാറശാലയും
കോവളവും കാട്ടാക്കടയും നെടുമങ്ങാടും ഒക്കെ ഉൾപ്പെടെയൊക്കെ വരുന്ന ഒരു 7-8-9 മണ്ഡലങ്ങൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സാമുദായിക ചിന്തകളും കൃത്യമായി സ്വാധീനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പ്രവീണിനെ തമിഴ്നാട്ടിൽ നിർത്തിയത് കോൺഗ്രസ് വെറുതെ ആകില്ല എന്നാണ് കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും.